മുട്ടം പണി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. അതായത് രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് ചോദിച്ചു, ഗോൾഡ് കിട്ടിയത് ആർക്കാണ്? ഒരാൾക്കാണ് കിട്ടിയത്, അക്ബറിന് കിട്ടി. അപ്പോൾ അക്ബറിന് സൂപ്പർ പവർ കൊടുക്കുകയാണ്, ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം. പക്ഷെ ആ ഒരു സൂപ്പർ പവർ കിട്ടണമെങ്കിൽ അക്ബർ പറയുന്ന ഒരാൾ അടുത്ത റൗണ്ടിൽ പോയി ഒരു ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് കല്ല് കളക്ട് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ ഒരു പണി കൂടെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അക്ബർ ചൂസ് ചെയ്തത് നമ്മുടെ ആര്യനെയാണ്. ആ റൗണ്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ബ്ലാക്ക് കല്ല് കിട്ടിയവരുണ്ടല്ലോ, ബ്ലാക്ക് കല്ല് കിട്ടിയവർക്ക് വേറെ ഒന്നും ഇനിയില്ല. അപ്പോൾ അവർക്ക് പണിയാണ്, പണിഷ്മെന്റ് ആണല്ലോ ബ്ലാക്ക് കല്ല് കിട്ടുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അവർക്കിപ്പോൾ കൊടുത്തിരിക്കുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരാൾ കണ്ണ് കെട്ടണം, ഒരാൾ വായി മൂടണം, ഒരാൾ നടക്കാൻ പാടില്ല. ഇവർക്ക് തന്നെ അത് തീരുമാനിക്കാം. അപ്പോൾ 3 പേർക്കാണ് ബ്ലാക്ക് കിട്ടിയത്. അഭിലാഷിന്, രണ ഫാത്തിമയ്ക്ക്, അനീഷിന്, ഈ 3 പേർക്കുമാണ് കിട്ടിയത്. അപ്പോൾ അനീഷ് കണ്ണ് കെട്ടുന്നത് ചൂസ് ചെയ്തു, രണ ഫാത്തിമ വായി മൂടുന്നത് ചൂസ് ചെയ്തു, സ്വാഭാവികമായിട്ട് അഭിലാഷ് നടക്കാൻ പാടില്ല എന്നുള്ള നിയമവും ചൂസ് ചെയ്തു. അപ്പോൾ ബിഗ് ബോസ് ഒരു തള്ളു വണ്ടി കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ നടക്കാൻ പാടില്ലാത്ത ആള് അതിൻ്റെ അകത്ത് കയറി ഇരിക്കണം. അപ്പോൾ അതിനകത്ത് കയറി ഇരിക്കുന്ന നമ്മുടെ അഭിലാഷാണ്. ഈ അഭിലാഷിനെയും തള്ളിക്കൊണ്ട് അനീഷ്, രണ ഫാത്തിമയും അടുത്ത റൗണ്ട് തീരുന്നത് വരെ നടക്കണം. ഒരിടത്തും വണ്ടി നിർത്താനും പാടില്ല. ഇതാണ് ഇവർക്കുള്ള ബ്ലാക്ക് കല്ല് കിട്ടിയവർക്കുള്ള പണി എന്ന് പറയുന്നത്. ഗോൾഡ് കല്ല് കിട്ടിയ ആളിന് ആ ഒരു നോമിനേഷൻ, ഡയറക്റ്റ് നോമിനേഷൻ പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ അയാൾ നിർദ്ദേശിക്കുന്ന ആൾ പോയിട്ട് ഒരു ഗോൾഡ് കല്ല് കൂടി കളക്ട് ചെയ്തുകൊണ്ടിരണം. അതായത് ഇനിയിപ്പോൾ ആര്യം കൂടെ പോയി ഒരു കല്ല് എടുത്തിട്ട് വന്നാലേ ആ നോമിനേഷൻ പവർ അക്ബറിന് കിട്ടൂ. അതാണ് അക്ബറിന്റെ മുമ്പിലുള്ള വെല്ലുവിളി. എന്തായാലും അത് അടുത്ത റൗണ്ട് നടക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിൽ പണി കിട്ടിയിരിക്കുന്ന 3 പേര് അനീഷ്, അഭിലാഷ്, രണ ഫാത്തിമ എന്നിവരാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.